ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മുട്ട വറുത്തതിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് പകരം സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം. ഉള്ളി ഒരുപാട് മൂത്ത് വരണമെന്നില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബിരിയാണി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മുട്ടയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഈ ഉടച്ചു വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതും ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിടാം, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് പീസാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട വറുത്തത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഒരു ഡിഷിലേക്ക് മാറ്റാം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വറുത്തത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏതിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.